ദൈവത്തിന് സ്തോത്രം. ഈ ദിവസത്തെ ധ്യാനത്തിന് വീടുമായിട്ടാണ് നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വീടുകളാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ അനുഭവം. ഒരിക്കലും വീടിൻ്റെ അനുഭവമല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങളെന്താണോ അതാണ് നിങ്ങളുടെ വീട്. അങ്ങനെയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്നേഹം ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ ദൈവകൃപയുണ്ടെങ്കിൽ ആ കൃപ ആ വീടിനകത്തുണ്ടാവും. അപ്പം നിങ്ങളുടെ ഉള്ളമാണ് നിങ്ങളുടെ വീട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഉള്ളം ദൈവാത്മാവുമായിട്ടൊരു സഖ്യമാണെങ്കിൽ അങ്ങനെയുള്ളവർ താമസിക്കുന്ന വീടും അങ്ങനെ തന്നെയായിരിക്കും. ഉദാഹരണം, ഏദൻ എന്ന് പറയുന്ന ഒരു തോട്ടം, ദൈവത്തെ ലംഘിച്ച മനുഷ്യൻ ദൈവത്തെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആദം എന്ന് പറയുന്ന വചനം ലംഘിച്ച മനുഷ്യനോട് ദൈവം പറയുന്നുണ്ട്, ആദമേ നീ മുഖാന്തരം ഭൂമി. അതെങ്ങനെ ഏദൻ തോട്ടം, പറുദീസ, ദൈവം സൃഷ്ടിച്ച സ്ഥലം ശപിക്കപ്പെട്ടു പോയത്? അതിനകത്ത് താമസിക്കുന്ന വ്യക്തി എങ്ങനെയോ അങ്ങനെയാണ് ആ ചുറ്റുപാട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവവചനമുള്ള സ്ഥലം, പേര് തന്നെ പറുദീസ എന്നാണ്, ഉദ്യാനം എന്നാണ്, ദൈവവുമായി വലിയ ബന്ധമുള്ള സ്ഥലമാണ്. പക്ഷെ ദൈവം അവനെ നോക്കിയിട്ട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം തന്നെ ശപിക്കപ്പെട്ടതാണ്. ഏദൻ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ദൈവം നിരന്തരം ഇറങ്ങി വരുന്ന സ്ഥലമാണ് അല്ലേ? ഉലാത്താൻ വേണ്ടി ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. പിന്നെയോ അവിടെ പുഴകളുണ്ട്, പിന്നെയോ പക്ഷികളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, സമൃദ്ധമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണ് ഏദൻ തോട്ടം. സമൃദ്ധമായ സ്ഥലത്തെ നോക്കി ദൈവം എപ്പോഴും പറയുന്നുണ്ട്, ഓരോന്ന് സൃഷ്ടിച്ചിട്ടും നല്ലത് 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 എന്ന് പറഞ്ഞതാണ്. ആ നല്ലതെന്ന് ദൈവത്തിന് അഭിപ്രായമുള്ള സ്ഥലത്തെ നോക്കി, അവിടുത്തെ പ്രധാനപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു, കൊച്ചേ നീ കാരണം ഈ ചുറ്റുപാട് തന്നെ ശപിക്കപ്പെട്ടു പോയി. ഇതിനകത്ത് ഉണ്ടാകേണ്ടത് ഫലവൃക്ഷങ്ങളാണ്, പക്ഷെ മുള്ളും പറക്കാരെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനകത്ത് ഉണ്ടാകേണ്ടത് ദൈവാനുഗ്രഹങ്ങളുടെ ഫലമാണ്, പക്ഷെ പൈശാചിക ഞെരുക്കങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ കുഴപ്പം, മനുഷ്യൻ്റെ കുഴപ്പം, മനുഷ്യൻ്റെ കുഴപ്പം. അപ്പോൾ ബൈബിൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇത് പഠിപ്പിക്കേണ്ടത്, ദൈവം നല്ലത് തന്നു, മനുഷ്യനത് കൈകാര്യം ചെയ്തത് കുഴപ്പം പറ്റിപ്പോയി. നേരെ ഈ ചിന്തയുമായിട്ട് കുറച്ചും കൂടെ പോവുക. ഒന്നോടെ, ഫലവൃക്ഷങ്ങളുടെ നടുവിൽ നിൽക്കുന്ന, സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുന്ന, അനുഗ്രഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന മനുഷ്യനോടാണ് ദൈവം പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം ശപിക്കപ്പെട്ടതാണ്. ഇനി നേരെ തിരിച്ച് ചിന്തിക്കുക. വേറൊരു മനുഷ്യൻ മുള്ളുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ മനുഷ്യൻ എന്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്? ഫലവൃക്ഷങ്ങളുടെ ഇടയിൽ അല്ലേ? എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും നിനക്ക് തിന്നെ അല്ലേ? ഫലങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള, സമൃദ്ധിയുടെ നടുവിൽ നിൽക്കും. പറയാണ് ഇങ്ങനെയാണ്, മുള്ളും പറക്കാരെ ഉണ്ടാകും. ഇനി നേരെ തിരിച്ച് ചിന്തിക്കുക. മുള്ളുകളുടെ നടുവിൽ പോയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അയാൾ മുള്ളുകളുടെ നടുവിൽ മാത്രമല്ല, മുള്ളും തീയുമാണ് അവിടെ. മോശ മുള്ളും തീയുമുള്ളതിൻ്റെ ഇടയിൽപ്പെട്ട് നിൽക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അനങ്ങാൻ പറ്റത്തില്ല. മുള്ളിൻ്റെ ഇടയിൽപ്പെട്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ കൂടെ തീയും കൂടെ ആണെങ്കിലോ? അപ്പം നമുക്കറിയാം, മുള്ളുകൾ എപ്പോഴും നമ്മളെ മുറിപ്പെടുത്തുന്ന സാധനങ്ങളാണ് അല്ലേ? മുള്ളുകളുടെ മേൽ പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്നാൽ, മുള്ളിൻ്റെ അടുത്ത് ചെന്നാൽ മുറിപ്പെടുത്തൽ. അപ്പം മുറിവുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതും ചില വീടുകളിൽ അങ്ങനെയാണ്. മുള്ളുകളുണ്ടാവും അല്ലേ? വാക്കിൻ്റെ മുള്ള്, നോട്ടത്തിൻ്റെ മുള്ള്, പെരുമാറ്റത്തിൻ്റെ മുള്ള്, അങ്ങനെയൊക്കെ കുറച്ച് കൊണ്ടിട്ടില്ലേ? ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം മുള്ള് നന്നായി കൊണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് പങ്കാളിയുടെ അടുത്ത് നിന്ന്, അവിടെ നിന്ന് ഇവിടുന്ന്, പങ്കാളിയുടെ മാതാപിതാക്കന്മാർ ഒത്തിരി മുള്ളു കൊണ്ട ആളുകളാണെന്ന് കണ്ടാൽ അറിയാം. അപ്പം മുള്ളുകളുടെ ഇടയിലാണ് ഒരു മനുഷ്യൻ പോയി നിൽക്കുന്നത്. മുള്ളു മാത്രമല്ല, തീയുമുണ്ട്. തീയുടെ അവസ്ഥ എന്താ? പൊള്ളിക്കുന്നതാണ്. പൊള്ളിക്കുന്ന അനുഭവങ്ങളുടെ ഇടയിൽ ഒരു മനുഷ്യൻ, മുള്ളുകളുടെ ഇടയിൽ ഒരു മനുഷ്യൻ. അവിടെ ദൈവശബ്ദം, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതെങ്ങനെ അങ്ങനെ വരിക? ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ രണ്ടും കൂടെ. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ നിൽക്കുന്ന മനുഷ്യനോട് നീക്കുന്ന സ്ഥലം ശപിക്കപ്പെട്ടതാണ്. മുള്ളുകളുടെയും തീയുടെയും ഇടയിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നീ നിൽക്കുന്ന സ്ഥലം തന്നെ വിശുദ്ധമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. അതെന്താ? അതെങ്ങനെ? വീണ്ടും വൈരുദ്ധ്യല്ലേ? മുള്ളും തീയും ഉള്ളിടത്തേക്ക് നമ്മളെങ്ങനെ പോവുക? ചെരുപ്പിട്ടാണ് പോവുക അല്ലേ? ചെരുപ്പിട്ടാണ് മുള്ളും തീയും ഉള്ളിടത്തേക്ക് പോവുക. അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ദൈവം പറയാണ് ചെരുപ്പ് ഊരിയിട്ട് വരാൻ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അതിനർത്ഥമുണ്ട്. നീ വരിക. എങ്ങനെയെന്നറിയോ? മുള്ളും തീയുമുള്ള സ്ഥലത്ത്, ഒന്നോടെ, മുള്ളും തീയുമുള്ള സ്ഥലത്ത് ചെരുപ്പില്ലാതെ വരുന്നത് പോലെ വരിക. അതിൻ്റെ അർത്ഥം എന്താ? മുള്ളും
തീയുമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്നിരിക്കുക, ചെരുപ്പില്ലാണ്ട് പോകുക പറഞ്ഞാൽ അത്ര ജാഗ്രതയോടെ അല്ലേ. ഒരു സാധാരണ മനസ്ഥിതിയില്ലേ, കുറേ തീക്കണ്ണൽ അവിടെ കിടക്കുകയാണ്, കാലി ചെരുപ്പില്ല, അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. കൊച്ചവിടെ കിടക്കുകയാണ്, കൊച്ച് തീയിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക, ചെരുപ്പ് കയ്യിലില്ല. വളരെ ശ്രദ്ധയോടെ പോകണം. മുള്ളിൻ്റെ ഇടയിലേക്കൊന്ന് പോവുകയാണ്, വളരെ ശ്രദ്ധയോടെ പോകണം. അതൊരു ജാഗ്രതയാണ്. ദൈവം പറയുക, എൻ്റെ അടുത്തേക്കുള്ള വരവുണ്ടല്ലോ, നിനക്ക് തോന്നിയതുപോലെയല്ല, അതൊരു ജാഗ്രതയുള്ള വരവാണ്. ഇച്ചിരി ശ്രദ്ധയോടുകൂടി ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം. എന്നിട്ട് പറയണം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. എന്താ കാരണം എന്നറിയോ? നിന്റെ ഉള്ളത്തിലുണ്ട് ഈ വിശുദ്ധി. ആരുടെ? മോശയുടെ ഉള്ളിൽ. ദൈവത്തോടുള്ള തീക്ഷ്ണത കാരണം ഫറവോയുടെ കൊട്ടാരം ഉപേക്ഷിച്ച ആളാണ്. ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതി ചിലതെല്ലാം ഓർത്ത് മാറിയ ഒരു വ്യക്തിയാണ്. നിന്റെ ഉള്ളത്തിൽ ഞാൻ കാണുന്നുണ്ട് ഒരു നന്മ, ഒരു വെണ്മ. നിന്റെ ഉള്ളിൽ കാണുന്ന വെണ്മ നിന്റെ ചുറ്റുപാടും കാണുന്നുണ്ട്. ചുറ്റുപാട് ശരിക്കും മുള്ളും തീയൊക്കെയാണ്, പക്ഷെ ദൈവം കാണുന്നത് വിശുദ്ധിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ ചുറ്റും, നമ്മുടെ കുടുംബജീവിത അനുഭവങ്ങളുടെ ചുറ്റും പൊള്ളുന്ന അവസ്ഥകളും മുറിപ്പെടുത്തുന്ന അവസ്ഥകളുമായിരിക്കാം. ഉള്ളം വിശുദ്ധമാണെങ്കിൽ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം പറയും, നീ നിൽക്കുന്ന സ്ഥലം. ഒരു ഹല്ലേലൂയ പറ, നന്നായിട്ട് പറഞ്ഞേ. അതുകൊണ്ട് ഓർക്കുക, ചുറ്റും കിടക്കുന്നതല്ല നമ്മുടെ ജീവിതം. ചുറ്റുമുള്ള അവസ്ഥ കണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനെ വിലയിരുത്തരുത്. മക്കളില്ല, കല്യാണം നടന്നിട്ടില്ല, മാതാപിതാക്കന്മാരുടെ ഉപദ്രവമാണ്. ചുറ്റും കിടക്കുന്ന പൊള്ളുന്ന അവസ്ഥ കണ്ട് നീ വീടിനെ വിലയിരുത്തരുത്. ദൈവം നിന്നെ എങ്ങനെ വിലയിരുത്തുന്നോ അതായിരിക്കും നിന്റെ വീട്. ഞാൻ പറഞ്ഞ ശരിയാണോ? ശരിയായിരിക്കുമോ? ഞാൻ വേദപുസ്തകത്തിലൊരു കാര്യം പറഞ്ഞേ. ശരിയാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അതെന്തിനിടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ പറയുന്നത്? ഇതാ സങ്കീർത്തനത്തിലൂടെ പിതാക്കന്മാർ പഠിപ്പിച്ചു, അങ്ങയുടെ വചനം എന്നെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധരം നിന്നെ ദൈവഭാഷയെ സ്തുതിക്കും. ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണ്, നമ്മുടെ വീട് എന്ന് പറയുന്നത് തന്നെ ദൈവാനുഭവത്തിൻ്റെ സ്ഥലമാണ്. കടം, ദുഃഖം, രോഗം, പ്രയാസം, പ്രതിസന്ധി, പൊള്ളിക്കുന്ന, മുറിപ്പെടുത്തുന്ന 100 കൂട്ടം അനുഭവങ്ങൾ വീടിന് ചുറ്റുമുണ്ടാകും. അത് കണ്ട് ഭയപ്പെടാനുള്ളതല്ല വീട്. 2, ചില വീടുകൾ, ചിലരെങ്ങനെ വിചാരിക്കും, എൻ്റെ വീടിൻ്റെ ചുറ്റുമെല്ലാം സമൃദ്ധമാണ്, മക്കൾ വിദേശത്താണ്, വരുമാനം ഇഷ്ടംമാതിരി, സമൃദ്ധമായ ബിസിനസ്, ആരോഗ്യം, എല്ലാ ഫലവൃക്ഷങ്ങളുമുണ്ട്. ഉള്ളു ചീഞ്ഞതാണെങ്കിൽ ദൈവം ആ വീടിനെ നോക്കിയൊരു അഡ്രസ്സ് പറയും, ഇത് ശപിക്കപ്പെട്ടത് ആകുന്നു. അപ്പം ശാപം അനുഗ്രഹമായി മാറണം. അതിനെന്നാ ചെയ്യണം? നമുക്കറിയാം, പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ മധ്യസ്ഥ. ഈ ധ്യാനകേന്ദ്രത്തിൽ എന്നാ തുടങ്ങിയാലും തിരുമേനി ആദ്യം മാതാവിൻ്റെ കാലിൽ ചെന്ന് വീഴും. പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു വീട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ. 1, തൻ്റെ പുത്രനായ മസിഹായുടെ ആദ്യത്തെ മഹത്വം വെളിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു വീടാണ്. എവിടെയാ? ഒരു വ്യക്തിയെയല്ല, ഒരു വീടിനെയാണ്. ഏത് വീടത്? കാനാവിലെ കല്യാണ വീട്. അപ്പം നമുക്കറിയാം, ബൈബിളിൽ തന്നെ വീടിന് എന്തോരം പ്രാധാന്യമുണ്ട്. നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ക്ലാസ് വരുമ്പോഴത്തേക്ക് അത് പറയും. ഇപ്പം നമ്മളിങ്ങനെ ഓർക്കുക, ഒരു വീടിനകത്ത് ദൈവമഹത്വം നടക്കാൻ പോവുകയാണ്. സംഭവം നമുക്കറിയാം, 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. പിന്നെയോ കല്യാണത്തിന് യേശുവിനെ വിളിച്ചിരുന്നു, ശിഷ്യന്മാരെ വിളിച്ചിരുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വീടൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ആ വീട്ടുകാരുടെ പ്രത്യേകത എന്താണ്? എല്ലാം മാറാനായി പെരുന്നാളുണ്ട്. യേശു ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? മോറാൻ അല്ലേ? കാരണം എല്ലാം മാറാനായ പെരുന്നാളുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോകും. മാറാനായ കാര്യങ്ങളിലൊന്നും ഒരു വീഴ്ചയില്ല. നോമ്പ്, ഉപവാസ കാര്യങ്ങളൊക്കെ റെഡിയാണ്. 2, സ്ലീഹന്മാരെല്ലാവരും ഉണ്ട്. എല്ലാ പുണ്യവാന്മാരുടെ ഓർമ്മയുണ്ട്. പരിമല തിരുമേനയുടെ ഓർമ്മയുണ്ടാവും, ഗ്യൂറിയസ് സദയുടെ ഓർമ്മയുണ്ട്, ഗ്രിഗോറിയസ് തിരുമേനയുടെ എല്ലാ പിതാക്കന്മാരുടെയും ഓർമ്മയുണ്ട്. സ്ലീഹന്മാരൊക്കെ വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട് അവിടെ. അടുത്തത് മാതാവും വന്നിട്ടുണ്ട് അല്ലേ? മാതാവും ഉണ്ട്. അപ്പം എന്താണ്? ഓഗസ്റ്റ് 15 നോമ്പുണ്ട്, ശൂനോയ് നോമ്പുണ്ട്, പെരുന്നാളുണ്ട്, ജനുവരിയിലെ വിത്തുകളുടെ പെരുന്നാൾ. മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം മാതാവുണ്ട്, ശിഷ്യന്മാരുണ്ട്, യേശുവുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയാണ്. നമ്മുടെ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വളരെ ചിട്ടയായിട്ട് സുറിയാനി ജീവിതം നയിക്കുകയാണ്. യേശു, പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, പെരുന്നാളുകൾ, എല്ലാ സംഭവവും ഉണ്ട്. പക്ഷെ ആ വീട്ടിലെന്തില്ല? ആവശ്യത്തിന് സാധനങ്ങളില്ല. മറ്റൊന്ന് ആവശ്യത്തിന് സാധനങ്ങളില്ല എന്നതിനേക്കാൾ അപ്പുറത്ത് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഇവരൊക്കെയുള്ള വീട്ടിൽ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി അല്ലേ? കാനാവിലെ കല്യാണ വീടിന് ശരിക്കും എന്താ പറ്റിയേ അല്ലേ? അവർ വിചാരിച്ചു ഇത്രയും ഒരു സദ്യ നടത്തുക, ഇത്രയും സദ്യ നടത്തുമ്പോൾ ഇത്രയും വീട്ടിൽ നിന്ന് ഇത്രയും ആളുകൾ വരും, ഇത്രയും ആളുകൾ വരുമ്പോൾ അവർക്ക് ഇത്രയും വീഞ്ഞ് വേണം, ഇത്രയും വീഞ്ഞിന് ഇത്രയും മുന്തിരി കലക്കി കഴിഞ്ഞാൽ, ചക്കിലിട്ട് ആട്ടി കഴിഞ്ഞാൽ ഇത്രയും വീഞ്ഞ് കിട്ടും. കണക്ക് അവർ കൂട്ടി. പക്ഷെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കണക്ക് കൂട്ടൽ
തെറ്റി. കണക്കൂട്ടൽ തെറ്റിയവരാണോ ഇവിടെ ഇരിക്കുന്നത്? കണക്കൂട്ടൽ തെറ്റിയില്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിന് വരില്ല എന്ന് തീരുമാനിക്കുന്ന നന്നായിട്ട് അറിയാം അല്ലേ? നമ്മുടെയൊക്കെ കണക്കൂട്ടൽ ജീവിതത്തിൽ പലപ്പോഴും തെറ്റി. എന്തൊക്കെ തെറ്റി? മക്കളെക്കുറിച്ച് ഒരു കണക്ക് കൂട്ടി, തെറ്റി കിടക്കുന്നത്. കല്യാണമൊക്കെ ഉറപ്പിച്ച് അന്ന് തൊട്ട് നമ്മളൊരു കണക്ക് കൂട്ടി, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളങ്ങനെ യഹോവയെ സേവിച്ച് ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കണക്ക് കൂട്ടൽ തെറ്റി. ആരോഗ്യത്തെക്കുറിച്ച് കണക്ക് കൂട്ടൽ തെറ്റി. ഏതൊക്കെ കണക്ക് കൂട്ടൽ തെറ്റിയെന്ന് നിങ്ങൾ തന്നെ ധ്യാനിക്കുക. ജീവിതത്തിൽ പല കണക്കും കൂട്ടിയ കണക്കൊക്കെ തെറ്റി. കാനാവിലൊരു കല്യാണ വീട് ഇങ്ങനെ തന്നെയാണ്, കണക്ക് കൂട്ടൽ തെറ്റിയ വീട്. പക്ഷെ വേറൊരു സംഭവമുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന ചിന്ത തന്നെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ ഇത്രയും സമർപ്പിച്ചല്ലോ, എനിക്കെന്തുകൊണ്ട് ഇത്രയും സംഭവിച്ചു? ഇനി എന്ത് ചെയ്യും? ഇനി ഏത് ദൈവത്തെ വിളിക്കും? എവിടെ പോകും? ദൈവത്തിൻ്റെ എല്ലാ പ്രതിനിധികളും ഇവിടെയുണ്ട്. യേശുവുണ്ട്, ശിഷ്യന്മാരുമുണ്ട്, മാതാവുണ്ട്, നമുക്ക് ആശ്രയിക്കാവുന്ന മുഴുവൻ സാന്നിധ്യമുണ്ട്. പക്ഷെ കണക്ക് കൂട്ടൽ തെറ്റിക്കിടക്കുകയാണ്. തെറ്റിപ്പോയ കണക്ക് കൂട്ടലിൽ നിന്ന് ഒന്നോടെ ഇവിടെ ശ്രദ്ധിച്ചിനി കേൾക്കണം. കണക്ക് കൂട്ടൽ തെറ്റിക്കിടക്കുകയാണ്. തെറ്റിക്കിടക്കുന്ന കണക്ക് കൂട്ടലിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ശരിയിലേക്കെത്താം? എന്തുകൊണ്ടാണ് ഇത്രയും സാഹചര്യങ്ങൾ അനുകൂലമായി ഉണ്ടായിട്ടും ഈ വീട്ടിലെ ദാരിദ്ര്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവും ശിഷ്യന്മാരും മാതാവും ഉണ്ടായിട്ടും ദാരിദ്ര്യം മാറാത്തത്? എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ. ആ വീടിൻ്റെ കണക്ക് കൂട്ടൽ ശരിയാകാത്തതിന് ഒരൊറ്റ കാരണമുള്ളൂ. ആ വീട്ടിൽ ഇവരൊക്കെ ആരായിരുന്നു? അത് തന്നെ ഉത്തരം. ആരായിരുന്നു? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വിരുന്നുകാരായിരുന്നു. എന്താണ് വിരുന്നുകാരുടെ പ്രത്യേകത? നമ്മളൊരു വീട്ടിൽ വിരുന്നിന് പോയെന്ന് വിചാരിക്കുക. വിരുന്നുകാരൻ്റെ റോൾ എന്താ? ചെല്ലുക, സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരണം ഏറ്റുവാങ്ങുക, കിട്ടുന്ന ഭക്ഷണം കഴിച്ചോളുക, പിന്നെ എന്നാ ചെയ്യുക? പിന്നെ പൊക്കോളുക. വിരുന്നുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. വരിക, വേണ്ടതുപോലെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് പൊയ്ക്കൊള്ളുക. അവിടുത്തെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വിരുന്നുകാരന് അനുവാദമില്ല. ഉണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും വിരുന്നുകാർ ഇടപെട്ടാൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നു, 2 ദിവസം നിന്നു, 3-ാമത്തെ ദിവസം നിങ്ങൾ അടുക്കളയിൽ നിന്ന് ചോദിക്കും, എന്നാടി പുള്ളി പോണില്ലേ, നിൻ്റെ വീട്ടുകാരും? നമുക്ക് എന്തൊരു ചൊറിച്ചിലായിരിക്കും അല്ലേ? 3-ാം ദിവസവും പോയില്ല, പിന്നെയോ 4-ാം ദിവസം നമ്മൾ തന്നെ വാതിലടച്ചിട്ട് ഞങ്ങളെ പിള്ളേരുടെ അടുത്തൊന്ന് പോണി പൊക്കോളാൻ പറയും. എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടേ നമുക്ക് അടങ്ങത്തുള്ളൂ. അതിൻ്റെ നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കുമെന്ന് നമ്മൾ സമ്മതിക്കുമോ? യേശുവും തൻ്റെ അപ്പോസ്തലന്മാരും പരിശുദ്ധ അമ്മയും ഈ വീട്ടിൽ വിരുന്നുകാരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നത്തെ സുറിയാനി ക്രിസ്ത്യാനിക്കാരൻ്റെ ജീവിതം തന്നെ നമ്മുടെ കുടുംബ ജീവിതം തന്നെ അല്ലേ? നമ്മുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനത്തെ കുറേ. എല്ലാ പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിന് ജീവിതത്തെ വലിയ വലിയ സ്ഥാനമൊന്നുമില്ല. അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കാര്യം എല്ലാവരും കണ്ടാൽ ക്രമീകൃതമാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാൻ പറയുന്ന അടുത്ത കാര്യം ഒന്നോടെ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാണ്. യേശുവുണ്ട്, മാതാവുമുണ്ട്, ശിഷ്യന്മാരും ഉണ്ട്. പക്ഷെ കണക്ക് കൂട്ടൽ തെറ്റിക്കിടക്കുന്നൊട്ട് ശരിയാവുന്നില്ല. ഇപ്പം ആ വീടിൻ്റെ അവസ്ഥ ഉള്ളിൽ നിങ്ങൾ ധ്യാനിച്ചു നോക്കുക. കുടുംബനാഥനിടയ്ക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നോക്കും. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടാണ് തള്ള വരുന്നത്. ദൈവം ഇവിടെ തികയുന്നില്ല. എന്തൊരു അസ്വസ്ഥതയായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വരുമെന്ന് വിചാരിച്ചിരുന്നു, 5-6 പിന്നെയും വരുന്നു. പിന്നെയോ ഇപ്പുറത്തേക്ക് മാറി കുറ്റപ്പെടുത്തൽ. നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞാണ് ഉത്തര ഉണ്ടാക്കാൻ. അപ്പോൾ മറ്റേ പിള്ളേർ പറയും, നല്ല വീഞ്ഞ് മുന്തിരി വാങ്ങി തന്നെന്ന് ഞാൻ പറഞ്ഞതാണ്. കുറ്റപ്പെടുത്തൽ സ്വാഭാവികമല്ലേ? വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? പഴിചാരലുകൾ. ഒരാൾ മറ്റൊരാളെ പഴിചാരാൻ തുടങ്ങും. നീയാണ് കാരണക്കാരി. ഇതാണ് ഏതെങ്കിലും തോട്ടത്തിൽ സംഭവിച്ചത്. ഇതാണ് എല്ലാ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റപ്പെടുത്തൽ കേട്ടാലോ, നിങ്ങൾക്കല്ല എൻ്റെ മെക്കിട്ട് കയറാനേ ഉള്ളൂ. ആ വീടിൻ്റെ അകം നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കുക. കാനാവിലെ കല്യാണ വീട്ടിൽ ആ വീട്ടിലെ അപ്പച്ചൻ ആ അമ്മച്ചിയോട് ഇപ്പം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും? വിരുന്നിന് വന്നവരെന്തൊക്കെ പറയുന്നുണ്ടാവും? സഹോദരങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടാവും? ഇവനല്ലെങ്കിൽ ഏപിസിക്കനാണ്, അന്നേരം ഞങ്ങൾ പറഞ്ഞതാ നല്ലത് വാങ്ങിയിടാൻ. എന്തൊക്കെ വിഷയങ്ങളാണ് വീടിനകത്ത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവും? അത് പറ. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള മുള്ളുകളും പൊള്ളലുകളും ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് തോന്നും? വേണമെങ്കിൽ തിന്നേച്ച് ഓടാ. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? ഒരു പരാജിതൻ്റെ മനോഭാവം അല്ലേ? ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു നിരാശ. അങ്ങനെയാണ് പല വീടും ദുഃഖത്തിൽ വീണു, നിരാശയിൽ വീണു. പിന്നീട് ഇങ്ങനെയുള്ള കണക്ക് കൂട്ടൽ തെറ്റിക്കഴിഞ്ഞാൽ
വീടുകളിൽ പിശാച് ഇടപെട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. ഓർമ്മയെ മയക്കുന്ന മദ്യപാനം, ലഹരി, ആത്മഹത്യ, വീട് വിട്ടുപോവുക, വീടിനകത്തിതാ ചില സമ്മർദ്ദങ്ങൾ. ഇതല്ലേ നമ്മൾ വീടുകളിൽ കാണുന്നത്. ഈ ബൈബിളിൽ എത്ര നന്നായിട്ട് ആ വീട് വരച്ചു വച്ചിരിക്കുന്നതെന്ന് ഒന്ന് ധ്യാനിച്ച് നോക്കുക. മറ്റുള്ളവർ പലതരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാകും. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി, കുറ്റപ്പെടുത്തിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ ഓരോ ദമ്പതികളോടാണ് സംസാരിക്കുന്നത്. ഭർത്താവിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി, ഭാര്യ കുറ്റപ്പെടുത്തിയോണ്ട് വല്ല കാര്യമുണ്ടോ? മിണ്ടൂല. ഭാര്യയുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി, ഭർത്താവ് കുറ്റപ്പെടുത്തിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പരിഹസിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? തന്തയ്ക്കും തള്ളക്കും വിളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തൽക്കാലം ഒരു ആശ്വാസം കിട്ടാന്ന് മാത്രം. ഒരു കാര്യമില്ല. പിന്നെന്ത് ചെയ്യും? സാധാരണ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകമില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, വിമർശിച്ചു കൊണ്ടിരിക്കുക. ഇത്രേ പറ്റത്തുള്ളൂ. ഇതിനുള്ള ജ്ഞാനമേ ഭൂമിയിലെ മനുഷ്യൻ്റെ ഈ കുഞ്ഞു തലയ്ക്കകത്തുള്ളൂ. എന്നാൽ ഇനി ശ്രദ്ധിക്കണം, എന്നാൽ അഭിഷേകമുള്ളവർക്ക് പ്രത്യേകതയുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി, ഈ കുടുംബനാഥനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കലവറക്കാരനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇന്നലകളെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. കുടുംബ പ്രശ്നം ഞാൻ പറയുന്നത്. കുടുംബത്തിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനിരിക്കുമ്പോൾ ഇന്നലകളിൽ അമ്മായിപ്പം പറഞ്ഞത്, അമ്മായിയമ്മ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചീഞ്ഞളിഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഏതെങ്കിലും കാര്യമുണ്ടോ? ഉള്ളിൽ കിടക്കുന്ന കുറേ സംഘർഷമൊക്കെ പറയാമെന്ന് മാത്രം, കാര്യമൊന്നുമില്ല. കുറച്ചും കൂടെ ദുർഗന്ധം പരത്താമെന്ന് മാത്രം. ആ ചീഞ്ഞതെല്ലാം ഒന്നോടെ എടുത്തിട്ട് ദുർഗന്ധം പരത്താം. പരിശുദ്ധ അമ്മ അഭിഷേകം ഉള്ളവൾ എന്താ ചെയ്തതെന്ന് കൂട്ടുക. നമ്മുടെ വീട് കാഴ്ചവെക്കാൻ പോകും നമ്മൾ. അമ്മ എന്താ ചെയ്തത്? അമ്മയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ വിമർശിച്ചത് കൊണ്ടും കുറ്റപ്പെടുത്തിയത് കൊണ്ടും ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയത് കൊണ്ടും കലവറക്കാരനെ ചീത്ത പറഞ്ഞുകൊണ്ടൊന്നും കാര്യം ശരിയാകാൻ പോകുന്നില്ല. കാര്യം ശരിയാകണമെങ്കിൽ ഇവരുടെ മനസ്സ് മാറണം. എന്ത് മാറണം? ഇവരുടെ മനസ്സ് മാറണം. ഇവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താ കിടക്കുന്നത്? യേശു ആരാണ്? വിരുന്നുകാരനാണ്. ശിശുമാരാരാണ്? വിരുന്നുകാരാണ്. ഞാനാരാണ്? മാതാവാരാണ്? വിരുന്നുകാരിയാണ്. ഈ മനോഭാവത്തിൽ മാറ്റം വരണം. അതിനെന്ത് ചെയ്യണം? യേശു ഇവിടുത്തെ ആരാകണം? ഇവിടുത്തെ നാഥനാകണം. ആ സത്യം ഇവരുടെ മനസ്സിൽ തെളിഞ്ഞല്ല, പിശാച് അതടച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇവർക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. അത് ഇവർക്കൊട്ടും മനസ്സിലാകുന്നില്ല. ദൈവപുത്രൻ, ജീവന്റെ ഉറവ് അവിടെ ഉണ്ട്, അത് മനസ്സിലാകുന്നില്ല എന്ന്. പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ദൈവപുത്രൻ അവിടെ ഉണ്ട്, പക്ഷെ അത് തെളിഞ്ഞു കിട്ടുന്നില്ല എന്ന്. വിശ്വാസം അങ്ങോട്ട് വരണ്ടേ? അപ്പം അമ്മ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടത് കഴിയില്ല, പക്ഷെ ഈ വീട് കൈകാര്യം ചെയ്യുന്നവരോട് ചെന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കണം. ഒന്നോടെ കണ്ടോ? അവൻ പറയുന്നത് അനുസരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഇവിടെ നടക്കാൻ സമ്മതിക്കുക. ദൈവം എന്ത് പറയുന്നു അത് നടക്കാൻ അങ്ങ് അനുവദിക്കുക. വേലക്കാരെ സമ്മതിച്ചു. വേശു ചോദിച്ചു, എന്നാ ഉണ്ട്? ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വീഞ്ഞ് വേണം. ഇനി നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ചേ, വീഞ്ഞ് വേണം. വീഞ്ഞിനൊരു 3 പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സാധാരണ ബുദ്ധിയും മനസ്സിലാകും. ഒന്ന്, അതിനൊരു നിറമുണ്ട്, അല്ലേ? വീഞ്ഞ് കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു നിറമുണ്ട്. 2, ഒരു മണമുണ്ട്. വീഞ്ഞിൻ്റെതായ ഒരു ഗുണമുണ്ട്. വീഞ്ഞിന് എന്തൊക്കെയുണ്ട്? നിറമുണ്ട്, മണമുണ്ട്, ഗുണമുണ്ട്. ശരി, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. വീഞ്ഞ് വേണം. എന്തൊക്കെ ചെയ്യണം? ഇനി ഏതെങ്കിലും മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് മുന്തിരിപ്പഴം എടുത്ത് കൊണ്ടുവന്ന് പറിച്ച് ചക്കിലിട്ട് ആട്ടി പിന്നെ അത് സംസ്കരിക്കാൻ വെച്ചിട്ട് വേണം വീഞ്ഞാക്കാൻ. അതിനുള്ള സമയമില്ല, വിരുന്നുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കുറേ പച്ചവെള്ളം കിടപ്പുണ്ട്. എന്താ ഉള്ളത്? എന്താ വേണ്ടത്? വീഞ്ഞ്. എന്താ കയ്യിലുള്ളത്? പച്ചവെള്ളത്തിൻ്റെ പ്രത്യേകത പറ. മണമുണ്ടോ? നിറമുണ്ടോ? പച്ചവെള്ളത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ ഗുണമല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നാൽ വീഞ്ഞിന് വരും കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് പോകും. ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. മണമോ നിറമോ പ്രത്യേക ഗുണമോ ഇല്ലാത്ത സാധനമാണ് കയ്യിലുള്ളത്. മണവും നിറവും ഗുണവും ഉള്ളതാണ് വേണ്ടത്. മണവും നിറവും ലഹരിയുമുള്ളത് വേണം. മണവും നിറവും ലഹരിയില്ലാത്തതാണ് കയ്യിൽ. ഇതാണ് ഞാൻ പറഞ്ഞ കുടുംബം. ജീവിത പങ്കാളിയുടെ ഒരു മണം, ഒരു നിറം, ഒരു ലഹരി, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നിറം, ഒരു മണം, ഒരു ലഹരി,
അതാണ് നമ്മുടെ വീട്ടിൽ വേണ്ടത്. ഇപ്പം എന്താ ഉള്ളത്? ഇപ്പോൾ വീട്ടിലെന്താ ഉള്ളത്? നിറം കെടുത്തുന്ന കടം, മണം കെടുത്തുന്ന രോഗം, ലഹരി കെടുത്തുന്ന അസന്തുഷ്ടി. ഇതൊക്കെയാണ് വീടിനകത്ത് തറഞ്ഞു കിടക്കുന്നത്. നിറവും ഇല്ല, മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല. എങ്ങനെ ലഹരിക്കാനാണ്? അങ്ങനത്തെ ഒന്നും കയ്യിലില്ല. പിന്നെ എന്താ ഉള്ളത്? പിന്നെ കയ്യിൽ എന്താ ഉള്ളതെന്നറിയോ? പച്ചവെള്ളം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പച്ചവെള്ളം ഏതാ? കാനാവിലെ കല്യാണ വീട്ടിൽ ഇനി ഉള്ളത് പച്ചവെള്ളമാണ്. നിങ്ങളുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും വേണ്ടത് നിറവും മണവും ഗുണവും ലഹരിയൊക്കെ ഉള്ളൊരു കുടുംബമാണ്. ഇനിയിപ്പോൾ എന്തുണ്ട്? കയ്യിലുള്ളത് ഈ ബലഹീനമായൊരു ജീവിതം മാത്രം, അല്ലേ? ഈ ബലഹീനം. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, കർത്താവിന് മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റും. ഒരു ജീവിതം മാത്രമേ കയ്യിലുള്ളൂ. ഇതാണ് കയ്യിൽ. ഈ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ജീവിതത്തിന് ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല, ഒരു നിറവും ഇല്ല. ഇനി എന്ത് ചെയ്തു? അപ്പോൾ യേശു എന്താ പറഞ്ഞെന്നറിയോ? ഇനി പറയുന്ന ഒന്നോടെ ശ്രദ്ധിക്കുക. അപ്പോൾ യേശു പറഞ്ഞത്രേ, അതാ കൽഭരണി കോരി വെക്കാൻ പറഞ്ഞു. ഒന്നോടെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ധ്യാനം തീരുന്നവരെ ഈ പറയുന്ന വാക്ക് മറക്കരുത്. അതാ കൽഭരണി കോരി വെക്കാൻ പറഞ്ഞു. അവരെന്നെ ചെയ്തതെന്നറിയോ? വേലക്കാർ കൽഭരണിയിൽ വെള്ളം കോരി നിറച്ചു. എന്തോരും? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ ഭാഗമൊക്കെ? ഇതറിയാത്ത യാക്കോബക്കാരനില്ല. കർത്താവ് ആദ്യം കള്ളുണ്ടാക്കിയെന്ന് അവനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എന്തോരും കോരി നിറച്ചു? ഒന്നുറക്കെ എല്ലാവരും പറഞ്ഞേ, ഒന്നോടെ പറഞ്ഞേ, ഇച്ചിരിയുടെ ഉറക്കെ പറഞ്ഞേ. വക്കോളം കോരി നിറച്ചു. എന്തോ അതിൻ്റെ അർത്ഥം? ഇനി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു. ഞങ്ങൾക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ തലേന്ന് ഇപ്പം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴഞ്ചൊല്ല് ദൂരെ കളയണം. താൻ പാതി, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ക്രിസ്ത്യാനിക്കില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തറിയോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി മാത്രം നീ ചെയ്താൽ മതി. അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ ചെയ്യുന്നതിൻ്റെ പരമാവധി നീ ചെയ്യണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. നിനക്ക് എന്തോരം പ്രാർത്ഥിക്കാൻ പറ്റും അത്രയും പ്രാർത്ഥിച്ചാൽ മതി. സഭ പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? നിന്നെ കൊണ്ട് എന്തോരം പറ്റും അത്രയും ചെയ്യുക. നിന്നെ കൊണ്ട് എന്തോരം ക്ഷമിക്കാൻ പറ്റും അത്രയും ക്ഷമിക്കണം. എല്ലാവരും ക്ഷമിക്കുന്നത്രയും നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ജീവിതത്തിൽ വന്നുപോയി. ക്ഷമിക്കാൻ പറ്റുന്നത്രയും മാക്സിമം. സഹിക്കാൻ പറ്റുന്നതിൻ്റെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയും, എൻ്റെ അച്ഛാ ഞാൻ നെല്ലിപ്പടി കണ്ടു കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് സഹിക്കാൻ മാക്സിമം എത്തി. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നീ ചെയ്യുക. അത് വക്കോളം നിറച്ച് വെക്കുക. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം, എൻ്റെ അടക്കം, പരമാവധി നമ്മൾ ഒരിക്കലും കൊടുക്കില്ല. എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്ക്. പ്രാർത്ഥിച്ചു കേട്ടോ, ക്ഷമിച്ചു കേട്ടോ, കുർബാനയ്ക്ക് പോയി കേട്ടോ, എല്ലാം ഒരു വരുത്തി തീർക്കാൻ അവിടെ കൊണ്ട് കാഴ്ചവെക്കും. ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവിടെ കൊണ്ട് കൊടുക്ക്. ബാക്കി ഇനി അവിടെ നിന്ന് നടക്കാൻ പോവാണ്. പരമാവധി കാഴ്ചവെച്ചതിൻ്റെ മേൽ ദൈവപുത്രൻ ഒരാശീർവാദം, ഒറ്റ ആശീർവാദം. അതെന്തായി മാറി? പൊട്ടത്തെറ്റ്. അത് വാഴ്ത്തിയിട്ട് പറഞ്ഞു, വിരുന്നുവാഴി കൊണ്ട് കൊടുത്തോളം പറഞ്ഞു. വിരുന്നുവാഴി രുചിച്ചു നോക്കി, മേൽത്തരം വീഞ്ഞെന്ന് വിരുന്നുവാഴി കണ്ടു. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയും കൂടി എഴുതി വെച്ചിട്ടുണ്ട്, അത് കിണറിൽ നിന്ന് കോരിയ പച്ചവെള്ളമാണെന്ന് വേലക്കാർക്ക് അറിയാമായിരുന്നു. അതെന്തായിരുന്നു? മനസ്സിലായില്ല നിങ്ങൾക്ക്? അതെന്തായിരുന്നു? പച്ചവെള്ളം തന്നെയായിരുന്നു. കർത്താവ് കള്ളുണ്ടാക്കിയ സാധനം അല്ലത്. ബൈബിളിൽ പ്രത്യേകിച്ച് ഒരു വരിയും കൂടെ എഴുതി വെച്ചു, അത് കിണറിൽ നിന്ന് കോരിയ പച്ചവെള്ളമാണെന്ന് വേലക്കാർക്ക് അറിയാമായിരുന്നു. റിയലി അത് പച്ചവെള്ളം തന്നെയാണ്. പക്ഷെ ആ പച്ചവെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആര് വാഴ്ത്തിയതാണ്? അത് വെറും പച്ചവെള്ളമല്ല, യേശു വാഴ്ത്തിയ പച്ചവെള്ളമാണ്. യേശു വാഴ്ത്തിയ പച്ചവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? യേശു വാഴ്ത്തിയ പച്ചവെള്ളത്തിൻ്റെ പ്രത്യേകത ഞാനുണ്ടാക്കിയ മുന്തിരിച്ചാറിനേക്കാൾ ലഹരിയുള്ളതാണ്. ഒരു ഹല്ലേലൂയ പറ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ മുന്തിരിയിൽ നിന്ന് പറിച്ചെടുത്ത് എൻ്റെ വയർപ്പോട് കൂടി കഷ്ടതയിലും വിലയും പണവും എല്ലാം മുടക്കി എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത മുന്തിരിച്ചാറിനേക്കാൾ ഭേദമാണ് ഞാൻ കാഴ്ച പച്ചവെള്ളത്തിന്മേൽ അവൻ നടത്തിയ ആശീർവാദം, അതിൻ്റെ രുചിയും. മനസ്സിലായോ? ഞാൻ എന്തെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ടും ചെയ്ത് കാഴ്ചവെച്ചോ അതിനേക്കാൾ രുചിയുണ്ട് അവൻ വാഴ്ത്തി തന്ന എൻ്റെ നിസ്സാരതകൾക്ക്. എന്തൊക്കെയാ നിസ്സാരതകൾ? രോഗം ബാധിച്ച ശരീരം, കണക്കുകൂട്ടൽ തെറ്റിപ്പോയ ജീവിതം, കടഭാരം കയറിയ അവസ്ഥ,
ലഹരിക്ക് അടിമപ്പെട്ട ശരീരം ഒത്തിരി ബലഹീനതയുണ്ട്. നിർമ്മലതയോടെ ഒന്ന് കാഴ്ചവെച്ചാൽ അവനൊരു ആശീർവാദം തരും. ആശീർവദിച്ചു കഴിയുമ്പം ജീവിത പങ്കാളി പറയും, ഓ എന്ത് ലഹരി. പിന്നെ നമ്മുടെ സ്നേഹം കാണുമ്പോൾ പങ്കാളി പറയും, എന്ത് രുചിയുള്ളത്. നിങ്ങളല്ല ഇപ്പം എന്നെ സ്നേഹിക്കുന്നത്, യേശുവിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിൽ നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിൽ സഹിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിൽ കരുതാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ലഹരിയുണ്ട്. ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് ആര്? പരിശുദ്ധ അമ്മ, പരിശുദ്ധന്മാർ. അവർക്ക് ഈ സത്യം മനസ്സിലാകും. ഇപ്പം നമ്മുടെ തലയിൽ ഇപ്പം പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഇത് മനസ്സിലാവില്ല ആർക്കും. ഇപ്പം ഞാൻ ഈ സംഭവം പ്രസംഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും പ്രസംഗം കേട്ടു, ആ ഒരു സംഭവം പറഞ്ഞു, ആ ഓക്കെ, അത് അച്ഛൻ്റെ അഭിപ്രായം, അങ്ങനെ അങ്ങ് പോകും. ഇത് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊരു അഭിഷേകമായിട്ട് ഇറങ്ങണം. അഭിഷേകമായിട്ട് ഇറങ്ങണമെങ്കിലോ അവനവും പ്രാർത്ഥിക്കണം. ഇതാ എന്നെ തന്നെ ഞാൻ കാഴ്ചവെക്കുന്നു, എൻ്റെ അമ്മേ, അമ്മ അരികിൽ നിന്ന് എന്നിൽ ഇടപെടാൻ ഒന്ന് ഈശോയോട് പറയണമേ. അപ്പോൾ അവനവൻ്റെ പച്ചവെള്ളങ്ങളെ സമർപ്പിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? ചിലത് ഞാൻ പറയാം. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ്, സഹിക്കാൻ പറ്റാത്തത്, മുറിവേറ്റത്, തകർന്നു കിടക്കുന്നത്, താളം തെറ്റിയത്, കണക്ക് തെറ്റിയത്, കുടുംബജീവിതത്തിൽ കിടക്കുന്ന മുഴുവൻ മുറിവുകൾ എടുക്കുക. എന്നിട്ട് ഓർക്കുക, ഫലസമൃദ്ധിയുടെ നടുവിലാണെങ്കിൽ ശാപം വീഴാൻ വലിയ സമയമൊന്നും വേണ്ട. മുള്ളിൻ്റെയും തീയിൻ്റെയും ഇടയിലാണെങ്കിലും വിശുദ്ധീകരിക്കപ്പെടാൻ നിമിഷങ്ങൾ മതി.